മധുരദേവിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഈ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചെന്നാണ് പറയപ്പെടുന്നത്. എത്ര മനോഹരമായിട്ടാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതെന്ന് കണ്ടോ. എത്ര ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നറിയാമോ. അതിഗംഭീരമാണ്. ഈ നോക്കിക്കോളൂ, ഓരോ ദേവനെയും ദേവിയെയും ഇങ്ങനെ എതിരേറ്റ് കൊണ്ടുവരും. എത്ര വലിയതാണെന്ന് നോക്ക്. ശിവനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതിലും ഭംഗിയാണ് ഇനി ഈ ബിംബത്തെ ഇതിനെ എടുത്ത് കുലുക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി. എത്ര രസകരമായിരിക്കുന്നു നോക്ക്. കണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകും. എത്ര വെയിലും ആണെങ്കിൽ പോലും നോക്ക്, എത്ര ആൾക്കാരുടെ പ്രയത്നമാണെന്ന് നോക്ക്. എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കണ്ടോ, എത്ര ഗംഭീരമാണെന്ന്. കണ്ടാൽ തന്നെ നമുക്ക് നല്ല രസമാണല്ലേ. ഇനി ദേവനെയൊക്കെ പിടിച്ച് കുലുക്കുന്ന കാണാനാണ് ഏറ്റവും രസം. നോക്കിക്കോണേ, പുറകുവശം കണ്ടോണേ. ആ കുലുക്ക് കാണാനാണ് ഏറ്റവും ഭംഗി. കണ്ടോ, അതാണ് കണ്ടോ. മധുരദേവിയുടെയും ദേവൻ്റെയും 5 ദേവനും ദേവിയാണ് ഈ വരുന്നത്. അടുത്ത ശിവനെ കൊണ്ടുവരുന്നതും കാണാനും വളരെ ഭംഗിയാണ്. എന്തിനു പറയുന്നു, എല്ലാം അതിഗംഭീരമാണ്. എത്ര ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് ഇത് നടക്കുന്നതെന്നറിയാമോ. കണ്ടോ, നോക്ക് എത്ര ആൾക്കാരാണ് ചുമരിൽ ഇതിനെ എടുത്തുകൊണ്ട് വരുന്നത്. ദേവനും ദേവിയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്. ഇത് മറിയാതെ നോക്കണം. 4 സൈഡിൽ നിന്നും വടം വലിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നത് കണ്ടോ. അതാണ് ഇതിനെ പറയത്തക്ക ഏറ്റവും വലിയ വിശേഷം.